ഹലോ മിനി മാഡം, വെൽക്കം ടു VMC മലയാളമ്മ. മാഡം എപ്പോഴാ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയേ? അതിനുശേഷം മാഡത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാടാ? ഞാൻ ആദ്യം നന്ദി പറയുന്ന എല്ലാവർക്കും, ആ പത്രിജിക്കും സീമാജിക്കും കുടുംബത്തിനും എന്റെ മാതാപിതാക്കൾക്കും പ്രപഞ്ചത്തിനും സർവ്വഗുരു പരമ്പരകൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. പിന്നെ എന്റെ ഗുരുക്കന്മാർക്ക് മറ്റേ സുസ്മിതാജി, സ്വസ്തികാജി, അവർക്കൊക്കെ നന്ദി പറയുന്നു. അവരിലൂടെയൊക്കെ അല്ലേ ഇതിലേക്ക് എത്തിപ്പെട്ടത് അല്ലേ? വെരി ഗുഡ്. ആദ്യം നന്ദി പറയണല്ലോ. എല്ലാവർക്കും കൂടി കൂടി നന്ദി. യെസ് യെസ്. മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ ഒരു വർഷം. ജൂൺ ഒരു 15 തീയതി മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. എങ്ങനെയുണ്ട് ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോ? തുടക്കത്തിൽ തന്നെ നല്ല അനുഭവങ്ങളായിരുന്നു. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു 3-ാം ദിവസം എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട് അറിയാണ്ട് അന്ന് അത്ര നമുക്കിതില്ലല്ലോ, ഒരു കേക്ക് കഴിച്ചു. ആ കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്നാ ഒന്നും അറിയില്ല, പയറൊക്കെ ഭയങ്കര അങ്ങ് വീർത്ത് പിന്നെ വയറിളകി അങ്ങ് പോയി. ശരി. അപ്പൊ തന്നെ ക്ലെൻസ് ആയി അല്ലേ? ക്ലീൻ ചെയ്തു അത്. അപ്പൊ അന്നേരം എനിക്ക് എന്നാന്ന് മനസ്സിലായില്ല. പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ കാണുന്ന ഇതുപോലെ ഒരു ചേട്ടന്റെ അനുഭവം പറയണ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് ക്ലിക്ക് ആവണേ. അത് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഓൾറെഡി ഞാനത് അറിഞ്ഞില്ലല്ലോ. ഇനി നമ്മള് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എഗ്ലെസ് കേക്ക് തന്നെ കഴിക്കാനും ശ്രമിക്കണം, എപ്പോഴെങ്കിലും കഴിക്കുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് പിന്നെ അങ്ങനെ അങ്ങനത്തെ കേക്കാ വാങ്ങി. അതെ, പറഞ്ഞുണ്ടാക്കി പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിലൊരു പുള്ളിക്കാരി ഉണ്ടാക്കി തരും. ശരി. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. അതെ അല്ലെ. പിന്നെ പല്ലിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്താ? ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പല്ല് വേദന രാത്രിയിൽ. അപ്പൊ എനിക്ക് പല്ലുവേദന വന്നാൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണല്ലോ. അപ്പൊ ഭയങ്കര വേദന വന്നിട്ട് എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റാതെ വന്നിട്ട് ഞാൻ മെഡിറ്റേഷൻ ഇരുന്നു. അപ്പൊ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ പല്ലുവേദന പോയി. അതുവരെ ഞാൻ എന്തൊക്കെ വായിൽ കൊണ്ടുവന്ന് എനിക്കറിയില്ല. നമ്മള് ഉപ്പുവെള്ളം വായി കൊള്ളുന്നു, മറ്റേ ഗ്രാമ്പൂ ചതച്ച് വെക്കുന്നു, ഒന്നും ചെയ്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാം ഓക്കെ. പിന്നെ എനിക്ക് പല്ലുവേദന വന്നിട്ടുമില്ല. ശരി. ഓക്കെ. അപ്പൊ എന്ത് തോന്നി? മെഡിറ്റേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിശ്വാസമായോ? ഭയങ്കര വിശ്വാസം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം, പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നീർക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ കഴുത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനക്കാൻ വല്ലാണ്ട് വേദന വരാറുണ്ട്. അപ്പൊ വൈകുന്നേരം കിടക്കുമ്പോ ഒന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ അപ്പൊ എനിക്ക് ഇന്ന് കടയിൽ പോകാൻ പോലും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നാ എന്തായാലും മെഡിറ്റേഷൻ ഇരിക്കാമല്ലോ എന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു. പക്ഷെ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ എന്റെ കഴുത്തെല്ലാം തിരിക്കാറായി. വേദന ഉണ്ടായിരുന്നു, ചെറിയൊരു വേദന ഫീൽ ചെയ്തു ഉണ്ടെന്നല്ലാണ്ട് ആ കഴുത്ത് നല്ലോണം വേദന മാറി. അപ്പോ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ശൂന്യാവസ്ഥയില് വിശ്വശക്തി പ്രവാഹത്താൽ ദൈവ ശുശ്രൂഷ തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി. വെരി ഗുഡ്. ഇനി ഭയങ്കര തൃപ്തിയായി. പിന്നെ എനിക്ക് ഏറ്റവും എന്ന് പറയുമ്പം കൊറോണ വന്നു കഴിഞ്ഞിട്ട് ശ്വാസമുട്ടല്, ഇൻഹേലർ വലിക്കുമായിരുന്നു. ഒത്തിരി ഒരു 3-4 മാസം അത് കഴിഞ്ഞ് ഇത് എല്ലാവർക്കും കൊറോണ വന്ന എല്ലാം തീർന്ന് കൊറോണ ലാസ്റ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിടിക്കണം. അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഭയങ്കര ശ്വാസമുട്ടല്. അപ്പൊ കൊറേ ആശുപത്രി കൂടെ പോയി കൊറേ മരുന്ന് കഴിച്ചു. പക്ഷെ ഒന്നും, മരുന്ന് കഴിക്കും, നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അതേപോലെ തന്നെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ വലിക്കേ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞു. ഇൻഹേലർ ആണെങ്കിൽ പോലും രാവിലെയും വൈകുന്നേരം വലിക്കണമായിരുന്നു. അത് ശരി. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു 6 മണി കഴിയുമ്പോഴത്തേനും എനിക്ക് പതുക്കെ ശ്വാസം മുട്ടിൽ അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ പെട്ടെന്ന് ഷോപ്പ് അടിച്ചിട്ട് പോകും, ചെന്നിട്ട് ഇൻഹേലർ വലിക്കും. അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പിന്നെ ഞാനൊരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് നടുവേ കീറിയിട്ട് അതൊരു 4 മടക്കായിട്ട് മടക്കി തലയിൽ അത്രയ്ക്ക് കട്ടിക്ക് കണ്ണ് മാത്രമേ കാണാവുള്ളൂ അതുപോലെ കെട്ടിയിട്ടായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. അത് അത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഫാൻ ഇടാണ്ട് നമുക്ക് കിടക്കാനും പറ്റില്ല, കാറ്റൊട്ട് അടിക്കാനും പാടില്ല. ഒരു കിടന്നു നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും തുമ്മലങ്ങ് തുടങ്ങും, മൂക്കടയും, ചെവി അടയും, തൊണ്ടയിൽ കാർച്ച തുടങ്ങും. പിന്നെ നമുക്ക് കിടക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് ഇരിക്കല് തന്നെയായിരുന്നു രാത്രിയിൽ. അത് മാറിയപ്പോ തന്നെ എന്റെ സകല രോഗങ്ങളും സകലതും മാറിയോ. വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു സംതൃപ്തി ആണോ എന്റെ അമ്മ. അതിനൊന്നും വാക്കുകളില്ല നന്ദി പറയാൻ. മെഡിറ്റേഷൻ എന്തൊരു പവർഫുൾ ആണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് വിശ്രമം കൊടുക്കുക അല്ലെ? മൈൻഡ് ശൂന്യം, അത് നിർവിഷയം മനസ്സിൽ ഒരു വിഷയവും ഇല്ലാതെ അങ്ങോട്ട് ഇരിക്കുക. ചിന്തകളൊക്കെ ആദ്യം ഇങ്ങനെ വരുമെങ്കിലും പിന്നെ ഇങ്ങനെ അങ്ങ് കടിച്ചു പിടിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കും. എണീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അതെ, നമ്മള് സഹനമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ധ്യാനം. പിന്നെന്തൊക്കെ മാറ്റാം? പീരിയഡ്സ് അത്
തുടക്കം പോലെ എനിക്ക് വേദനയുണ്ട്. പക്ഷെ നമുക്ക് പെണ്ണുങ്ങൾക്കാണേലും ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോ അതിന്റെ ഒരു വേദന മാറും എന്നാണല്ലോ പറയുന്നത്. പക്ഷെ എനിക്ക് വേദന മാറിയില്ല, എനിക്ക് കൂടി കൂടി വന്നു. അത് ശരി. ഭയങ്കര വേദനയായിരുന്നു. 2 ദിവസത്തേക്ക് പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല. അത് ശരി. കിടന്ന കിടപ്പ. വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലാത്ത വേദനയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സീമാജി. അതിൽ നിന്നൊരു മോചനം കിട്ടി. അത് ശരി. അത് മെഡിറ്റേഷനിലൂടെ. പിന്നെ സത്യം അത്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു, പക്ഷെ ഞാൻ അത് അത്ര ഇതായിട്ട് ശ്രദ്ധിച്ചില്ല. അതങ്ങ് കണ്ടു, അതങ്ങ് പോയി. അത് സമയമായില്ലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പം ഏതൊരു ചേച്ചി ഇങ്ങനെ പീരിയഡ്സിനെ ഞാൻ ഇങ്ങനെ ചെയ്തു വേദന മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർമ്മ. ആ വീഡിയോ തെരഞ്ഞു പിടിച്ചതാ. എനിക്ക് പറയാനുണ്ട്, ഞാനിത് ചെയ്തില്ലല്ലോ, പറഞ്ഞില്ലേ. അപ്പൊ വേറെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഞാനിത് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യണു. ഇത് എന്റെ നല്ലതിന് വേണ്ടിയുള്ളതായിരുന്നല്ലോ. അത് എനിക്ക് ഇത്ര നാൾ ഉപകാരല്ലേ സത്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കണല്ലോ. പിന്നെ അപ്പൊ ഞാൻ നന്ദി പറഞ്ഞു, സന്തോഷത്തോടു കൂടി. ദിവ്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ് ആ ഒരു എന്താ പറയാ മെൻസസ് എന്ന് പറയുന്ന പീരിയഡ് അല്ലെ. നമ്മുടെ ദിവ്യത്വത്തെ അറിയാൻ കൂടുതൽ സമയം നമ്മൾ ധ്യാനം ചെയ്യേണ്ട സമയമാണത്. അങ്ങനെ ഞാൻ പറഞ്ഞുള്ളൂ. ഗർഭപാത്രത്തോട് നന്ദി പറഞ്ഞു, ക്ഷമ ചോദിച്ചു. അപ്പൊ പിന്നെ പിറ്റേ മാസമായപ്പോ ഞാൻ പീരിയഡ് ആയത് അറിഞ്ഞില്ല. എനിക്ക് ഭയങ്കര സന്തോഷത്തെയും ഇതെന്നാ എനിക്ക് പ്രശ്നം വേദനയായിട്ട് അറിയാതിരുന്ന. അത് എനിക്ക് അന്ന് കറക്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ അന്നും പിറ്റേ ദിവസം എഴുന്നേക്കില്ലല്ലോ. എനിക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് ഒന്നിനും അറ്റൻഡ് ചെയ്യാനോ പോവാനോ പറ്റില്ലായിരുന്നു. എനിക്ക് പോവാണ്ടിരിക്കാനും പറ്റില്ല. അത് യാത്ര ചെയ്യുകയും ചെയ്യണം, ബസ്സിന് പോണം. ശരി. അപ്പൊ എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ 8 മണിക്ക് എനിക്ക് പോണം. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാ അങ്ങനെ ആയതും. അപ്പൊ 8 മണി വരെ നോക്കിയിട്ടും വേദനയില്ല. അപ്പൊ എനിക്ക് ഇനി എന്ത് ചെയ്യും ദൈവം, മരുന്ന് എങ്ങനെ കഴിക്കും. അപ്പൊ ഞാൻ മരുന്ന് കൊണ്ടുപോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. എന്നുവെച്ചാൽ ആദ്യത്തെ അനുഭവമായതുകൊണ്ട്. അപ്പൊ ഞാൻ വെറുതെ കുടിച്ചാലോ എന്ന് ആദ്യം ആലോചിച്ചു. പക്ഷെ മരുന്ന് ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞപ്പോ എനിക്ക് കുടിക്കാൻ തോന്നണല്ലോ. വേദന ഇല്ലല്ലോ. വേദന ഇല്ല, എനിക്കൊരു വൊമിറ്റ് ചെയ്യാൻ വരുമ്പോലെ തോന്നി. എന്നാ കയ്യിലെടുത്താലോ എന്നൊക്കെ ഓർത്തു. എന്നിട്ട് പിന്നെ കയ്യിലെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. എടുത്തു ഞാൻ എന്തായാലും പോയിട്ട് തിരിച്ചു വന്നവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഉണ്ടായോ വേദന? പിന്നെ ഇല്ല. അപ്പൊ ധ്യാനം സർവ്വരോഗ നിവാരണിയാണെന്നുള്ളത് അനുഭവത്തിൽ വന്നില്ലേ മാ? മെഡിറ്റേഷൻ മീൻസ് മൈൻഡ് എംപ്റ്റി. മൈൻഡ് അതായത് മൈൻഡിന് വിശ്രമം കൊടുത്ത വിശ്വശക്തി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നാഡീമണ്ഡലത്തെ ശുദ്ധീകരിക്കും. ദൈവ ശുശ്രൂഷ. ഇനി എന്തൊക്കെ പറയാനുള്ളത്? പിന്നെ ഞാൻ എന്റെ പിള്ളേരോട് എപ്പോഴും പറയും ചെയ്യണം എന്ന് പറയും. അവര് ചെറുതായിട്ട് ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ നോൺ വെജ് ഞാൻ ഒപ്പം നിർത്തി. എന്റെ ഇളയതിനോട് ഞാൻ പറഞ്ഞ ആദ്യം, പുള്ളിക്കാര് പറഞ്ഞ അപ്പൊ തന്നെ നിർത്തി. അവൾക്ക് അല്ലെങ്കിൽ നോൺ വെജിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. അവളപ്പൊ തന്നെ നിർത്തി. അവളെ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ രണ്ടുപേരും പുറത്താ, അതുകൊണ്ടുള്ള ഒരു അസൗകര്യമുള്ളൂ. അവരവരുടെ ഭാവി എവിടെയെങ്കിലും ഒക്കെ അവര് സോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. സീമാജി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ മൂത്തവളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചെയ്യാന്ന് ആദ്യം എന്നോട് പറഞ്ഞു. അവളെ ഇച്ചിരി മടി കാണിച്ചോളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അവള് നോൺ വെജ് ഇടയ്ക്ക് കഴിക്കാൻ അവൾക്ക് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുമെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മറ്റേ ഏതൊരു വീഡിയോക്കകത്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ, മറ്റേ കോഴി പിന്നെ കൊല്ലാം കൊച്ചിനെയും കൊണ്ട് കടയിൽ പോയപ്പം അത് നിങ്ങളുടെ അച്ഛൻ അല്ല അവരുടെ ഓർണത്തിന് നമ്മൾ പിടിക്കുമ്പോ അത് ചിലപ്പോ അതിന്റെ സഹോദരി ആയിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, കൂട്ടുകാരായിരിക്കും. അപ്പൊ അവർക്ക് വേദന ഉണ്ടാവൂലോ. അപ്പം വീട്ടിലൊരു കുട്ടിയുണ്ടേ. അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് അതിന് എത്ര ഇഷ്ടമാണോ, പിന്നെ എങ്ങനെ നീ അതെങ്ങനെ ഇങ്ങനെ ഒരു ഇതിനെ കഴിക്കാൻ പറ്റും, അതിനെ നീ എന്തോരം സ്നേഹിക്കണം, അതുപോലെ ഒരു ജന്തു ആണല്ലോ ഇതും. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ അതിനോട് നിനക്ക് ശരിക്കും ഒറിജിനൽ സ്നേഹം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അന്ന് പുള്ളിക്കാരി നിർത്തി. ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് നിർത്തി. അവരെ ചിന്തിപ്പിച്ചു അതിന്റെ ചോദ്യം. വെരി ഗുഡ്. അങ്ങനെ അവരും മൂത്തയാള് നിർത്തി. അത് പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തായാലും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നാളൊക്കെ ഇളയാക്കാണേലും പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, കെട്ടിയവൻ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുക, വല്ല ഇറച്ചിയോ മീനോ വാങ്ങിച്ച് കഴിക്കാൻ എന്നോട് പറയാൻ. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും എന്റെ ജീവിതത്തിൽ ഇനി പറയില്ല എന്ന് പറഞ്ഞു. ഇറച്ചി മീനും കഴിക്കാൻ എന്തായാലും ഞാൻ പറയില്ല, വേറെ എന്ത് വേണേലും കഴിച്ചോട്ടെ, ഇത് കഴിച്ചിട്ട് കാര്യം അത് കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം വേണ്ട. അങ്ങനെ കിട്ടുന്ന ആരോഗ്യം വേണ്ട അങ്ങനെ പറഞ്ഞു. ശരി. പിന്നെ പ്രഷർ, എനിക്ക് എപ്പോഴും പ്രഷർ ലോ ആയിരുന്നു.
മിക്ക ദിവസവും ക്ഷീണമായിരുന്നു. അപ്പൊ ഞാൻ തൊട്ടടുത്ത് തന്നെ എന്റെ റൂമിന്റെ തൊട്ടടുത്താണ് മറ്റേ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. അപ്പൊ ഡോക്ടറെ അടുത്ത് എപ്പോഴും ചെന്ന് നോക്കും. ഇപ്പുറത്തെ ചേച്ചിയുടെ ഇപ്പുറത്തെ കടയിൽ നിന്ന് നാരങ്ങാവെള്ളം കുടിക്കും. ഇത് തന്നെയായിരുന്നു എന്റെ പരിപാടി. ഇപ്പൊ എന്നാലും അതെല്ലാം നോർമലായി. അപ്പൊ ഡോക്ടർ എന്നോട് ചേച്ചി ഇതെങ്ങനെ ചേച്ചി സാധിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നാളെ വയറുവേദന പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ നിക്കണ പുള്ളിക്കാരിയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ വെരി ഗുഡ്. ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ നോൺ വെജ് കഴിക്കരുത്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും നോൺ വെജ് കഴിക്കണ നിർത്താനേ പാട്. മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമ്പോ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നോൺ വെജ് നിർത്തണം എന്ന് പറയുമ്പോ നോൺ വെജ് നിർത്തിയിട്ട് കാര്യമുള്ളൂ, ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് ഞാൻ പറഞ്ഞു, നോൺ വെജ് നിർത്താണ്ട് ചെയ്തിട്ട് കാര്യമില്ല അത് പറഞ്ഞു. പിന്നെ പിന്നെ എന്റെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഇപ്പൊ. നേരത്തെ എന്ന് പറഞ്ഞാൽ പല എണ്ണ പലഹാരങ്ങളാണെങ്കിലും ഒരു ബോളി ആണെങ്കിലും ഒരു കഴിച്ചാൽ മതിയല്ലോ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കൂടാൻ. ആ ഒരു സാധനം ഞാൻ കഴിക്കാറില്ലായിരുന്നു. ഇന്നാളൊക്കെ ഞാൻ രണ്ടു ദിവസം 3 ദിവസം അടുപ്പിച്ച് കഴിച്ചു. ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഈ ധ്യാനം ചെയ്യട്ടെ അല്ലേ? ഇനി പറഞ്ഞോളൂ, എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറയും. എല്ലാരും ആദ്യം തന്നെ നോൺ വെജ് നിർത്തണം. പിന്നെ സമയം കൂട്ടി മെഡിറ്റേഷൻ ചെയ്യണം. ഞാൻ ഇടയ്ക്കൊന്നും മെഡിറ്റേഷൻ ചെയ്യാൻ ഇച്ചിരി ഒരു ഞാൻ എന്റെ സമയക്കുറവും കൊണ്ട് ഇത് വന്നതായിരുന്നു. പക്ഷെ പിന്നെ ഞാനത് കൂട്ടി ചെയ്തു. അപ്പൊ എനിക്ക് നല്ല വൈബ്രേഷൻ വന്നു. ഇപ്പൊ കണ്ണ് തുറന്നിരിക്കുമ്പോഴും എനിക്ക് വൈബ്രേഷൻ, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എല്ലാരും ധ്യാനം ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സന്തോഷം, സമാധാനവും ആരോഗ്യം, സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ധ്യാനം ചെയ്തോളാം അല്ലെ? ഒരു പൈസയും മുടക്കില്ല, ഒരു പൈസയും മുടക്കില്ല. സ്വയം രക്ഷപ്പെട്ടുകൊള്ളുക. എന്തൊക്കെ പ്രശ്നം നമുക്ക് കാണുമായിരിക്കും, എല്ലാവരും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷെ അതൊന്നും നമ്മളെങ്ങനെ ബാധിക്കാണ്ട് അങ്ങ് കടന്നു പോകും. നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യമൊക്കെ ഓർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അവരുടെ ജോലി, അവരുടെ പഠിത്തം. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ആലോചനയില്ല, ടെൻഷൻ. എന്താ വെച്ചാൽ നമ്മൾ ശക്തി ആർജിച്ചു എല്ലാത്തിനെയും നേരിടാനുള്ളത്. എല്ലാം സാക്ഷിയെ പോലെ നോക്കി കാണാൻ സാധിച്ചു അല്ലേ? താങ്ക് യു മിനി മാം, താങ്ക് യു സോ മച്ച്.